ഹായ് ഗൈസ്, അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പണിയില്ല ടോക്സിൻ്റെ. അപ്പോൾ അതുപോലെ ഒരു 2-3 മണിയാകുമ്പോൾ ഒക്കെ എഴുന്നേറ്റ് 2 മണിയാകുമ്പോൾ എഴുന്നേറ്റ് എന്നിട്ട് ഞാൻ നേരെ പറമ്പിലേക്ക് വന്നിരിക്കുകയാണ്. എന്താ വെച്ചാൽ ഇവിടെ കുറച്ച് അടക്കയൊക്കെ ഉണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ ബുദ്ധിയാണ്. അപ്പോൾ അവൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, പണിയില്ലാതിരിക്കുമ്പോൾ എന്തെങ്കിലും പുറത്തേക്കൊക്കെ പോകണം, ചായ കുടിക്കണം എന്നൊക്കെ തോന്നി എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവൻ്റെ കുറച്ചുകൂടെ വലിയ പറമ്പ്, അവൻ പറമ്പിൽ പോയി തേങ്ങ വറക്കി ഉരിച്ച് വിറ്റിട്ട് ജീവിക്കും. പക്ഷെ ഇവിടെ തേങ്ങ അത്രക്കൊന്നും ഇല്ലേലും കുറച്ച് അടക്കയുണ്ട്. അപ്പം അടക്ക പറക്കി ഉരിച്ച് വിറ്റാൽ ഒരു 1-2 രൂപയൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ പറമ്പിലേക്ക് വന്നിട്ടുള്ളത്. ഇത് ഞാൻ നട്ട ഊതാണ്. ഇത് വളർന്ന് വലുതായിട്ട് വിറ്റിട്ട് വേണം രക്ഷപ്പെടാൻ. മാർക്കറ്റിൽ ഇപ്പൊ നല്ല റേറ്റ് ഉണ്ട്. വലുതാവാൻ 8 കൊല്ലൊക്കെ എടുക്കും. അപ്പോഴത്തെ റേറ്റ് ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇന്ത്യ പാക് യുദ്ധം കുറെ പേര് സെലിബ്രേറ്റ് ചെയ്യുവാണ്. പക്ഷെ ആ സെലിബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ പാകിസ്ഥാന് നഷ്ടപ്പെടാനൊന്നുമില്ല. അപ്പോൾ അവർ യുദ്ധം ചെയ്തുകൊണ്ടേ വെക്കും. പക്ഷെ ഇന്ത്യക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. ഈസിൻ ദാറ്റ് കൺസേണിങ് എവരി വൺ. അതായത് ഇന്ത്യക്ക് ഒരു വലിയ എക്കണോമി ഉണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് എയർപോർട്ടൊക്കെ അടച്ചിട്ടപ്പോൾ തന്നെ ഇന്ത്യ വലിയൊരു നഷ്ടത്തിൽ പോയിട്ടുണ്ട്. ഷെയർ മാർക്കറ്റ് എടുത്ത് നോക്കി കാണാം, 200-500 രൂപയൊക്കെ നഷ്ടത്തിലായിട്ടുണ്ട്. അപ്പൊ വലിയൊരു നഷ്ട. അല്ലെങ്കിലേ പണിയില്ല. അപ്പോ ഇപ്പൊ ഉള്ള വേക്കൻസി അല്ലെങ്കിൽ കുറവാണ്, കൂടുതൽ വേക്കൻസി ഇല്ലാതാവുമായിരിക്കും. പക്ഷെ ഇത് സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യമാണോ അല്ലോ നിങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോ ഞാൻ അടക്കി വിരിച്ച് പറക്കി വിരിച്ച് കേട്ടോ. ബൈ.